മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിജാലങ്ങളിൽ ചില വസ്തുക്കളെ ചിലതിനേക്കാൾ മഹത്വവും പ്രാധാന്യവും കൽപ്പിക്കുന്നതായി പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പള്ളികളുടെ കൂട്ടത്തിൽ നോക്കിയാൽ മസ്ജിദുൽ ഹറാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള എല്ലാ മസ്ജിദുകളെക്കാളും പവിത്രമായി അതിനെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അംബിയാ മുർസലീങ്ങളെ മറ്റെല്ലാ മുഅ്മിനീങ്ങളെക്കാളും ശ്രേഷ്ഠവാന്മാരായി, മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠവാന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. കല്ലുകളുടെ കൂട്ടത്തിലാണെങ്കിലും ഹജറുൽ അസ്വദിന് മറ്റ് സാധാരണ കല്ലുകളെക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു, നൽകപ്പെടുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമൊക്കെ ചിലതിനെ അല്ലാഹു പ്രത്യേകമായി പറയുന്നുണ്ട്. ആഴ്ചകളുടെ കൂട്ടത്തിലാണെങ്കിൽ ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിന്റെ വലിയ പവിത്രതയും മഹത്വവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആ പൂരിശകളെല്ലാം നേടിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മാസത്തിന്റെ കാര്യമെടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ബഹുമാനം കൊടുത്ത, പവിത്രത കൊടുത്ത, അല്ലാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയുന്ന ആരാധനകളിൽ സാധാരണ മാസങ്ങളെക്കാളുള്ള പ്രതിഫലം ഒരു മുഅ്മിനായ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിനെ മറ്റു മാസങ്ങളെക്കാളും അല്ലാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അല്ലാഹു ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠത കൊടുക്കാനുള്ള കാരണം എന്താണ്? റമദാനിനെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശിഷ്ടമായ ഒരു അതിഥി എന്നതാണ് റമദാനിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ ശ്രേഷ്ഠവാനായ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ഒരു അതിഥി. ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ആ അതിഥിയെ എപ്രകാരം നമ്മൾ സൽക്കരിക്കും, ആ അതിഥിയെ എപ്രകാരം നമ്മൾ ബഹുമാനിക്കും, അതിഥിക്ക് വേണ്ടിയുള്ള നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മൾ തയ്യാറാക്കും. നമ്മുടെ വീട്ടിന്റെ അലങ്കോലമായി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അതെല്ലാം ഒരു അടുക്കും ചിട്ടയോടുകൂടി വൃത്തിയോടുകൂടി നമ്മൾ ആ അതിഥിയെ വരവേൽക്കാൻ വേണ്ടി അതിനെ കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം ചെയ്യാറുണ്ട്. അത് നാം അങ്ങനെ ചെയ്യുകയും ചെയ്യണമെന്നതാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാലും ആ അതിഥിയെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ അതിഥിക്ക് വേണ്ടതായ സൽക്കാരങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ദീനിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അവൻ അവന്റെ അതിഥിയോട് മാന്യമായി പെരുമാറട്ടെ. അതിഥിയോട് മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിഥിക്ക് വേണ്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ്, അതിഥിയെ വേണ്ട വിധത്തിൽ സൽക്കരിക്കലാണ്, അതിഥിയുടെ കാര്യം പരിഗണിക്കലാണ്. ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരു അതിഥിയെ നമ്മൾ ആദരിക്കണമെന്ന് പറയുമ്പോ, ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആ അതിഥിക്ക് വേണ്ട തൃപ്തിപ്പെടുത്തുന്ന സൗകര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതേ തരത്തിൽ നമ്മളിലേക്ക് ഇതാ സമാഗതമാകാനിരിക്കുന്നു പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ അല്ലാഹുവിന്റെ അതിഥിയാണ്. അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ഒരു അതിഥിയാണ്. ആ അതിഥിയെ സൽക്കരിക്കാൻ, ആ അതിഥിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടത്താൻ ആത്മീയമായ ശുദ്ധീകരണം ആവശ്യമാണ്. അതുപോലെ ബാഹ്യമായ ശുദ്ധീകരണവും ആവശ്യമാണ്. എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണത്തോടുകൂടി, എല്ലാ നല്ല നെയ്യത്തോടുകൂടിയുമായിരിക്കണം ആ അതിഥിയെ നമ്മൾ അടുത്തേക്ക് വിളിക്കേണ്ടത്, നമ്മുടെ ആ അതിഥിയെ സൽക്കരിക്കേണ്ടത്. വലിയ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതാണത്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നാം ഏറ്റെടുക്കുകയും ചെയ്യണമെന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ ആ അതിഥി നമ്മെ പറ്റി മോശമായ വർത്തമാനങ്ങൾ പറയാനിടയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി അല്ലെങ്കിൽ ക്ഷണിക്കാത്ത ഒരു അതിഥി കടന്നു വന്നു. ആ അതിഥിയോട് നമ്മൾ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ, അവനേത് ജാതിയിലാകട്ടെ, വർഗത്തിലാകട്ടെ, ഏത് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവനാകട്ടെ, അവൻ പിന്നീട് പറയും, അവന്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും അവൻ തന്നില്ലല്ലോ. അതിഥിയെ ഏറ്റവും മാന്യമായ നിലയിൽ സൽക്കരിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, പരിശുദ്ധമായ റമദാൻ ഒരു അതിഥിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ റമദാനിനെ സ്വീകരിക്കാൻ ഉതകുന്നതായ ശുദ്ധീകരണം നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ, നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അതാണ് മുഖ്യം. വീടുകളിൽ സാധാരണ പ്രാർത്ഥിന്റെ സമയമാകുമ്പോൾ സഹോദരിമാർ വീടുകളും ഒക്കെ എല്ലാം വൃത്തിയാക്കും, പൊടിയൊക്കെ കളഞ്ഞ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയും കഴിഞ്ഞ ആഴ്ചയിൽ വൃത്തിയാക്കി. ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് മുഅ്മിനീങ്ങൾ അതിൽ പങ്കെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അതൊക്കെ നമ്മൾ ഒരു പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി, ഒരു അതിഥിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ഇത്തരത്തിൽ നമ്മുടെ മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് ആ അതിഥിയെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും ചെയ്യണമെന്നതാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, പരിശുദ്ധമായ റമദാൻ ഒരാളിലേക്ക് കടന്നു വന്ന് ആ റമദാനിനെ അവൻ മാന്യമായി സൽക്കരിച്ചാൽ, മാന്യമായി ആ പരിശുദ്ധ റമദാനിനോട് അവൻ പെരുമാറിയാൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി ആ റമദാൻ നമുക്ക് വേണ്ടി പറയുകയാണ്, സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹുവേ, എന്നെ ബഹുമാനിച്ചവനാണിവൻ, എന്നെ ആദരിച്ചവനാണിവൻ, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കണമേ എന്ന് റമദാൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യം, ഒരു ദിനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ അതിഥിയെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കണം, ആദരിക്കണം, സൽക്കരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ ശഫാഅത്ത് പോലും ലഭിക്കപ്പെടുന്നത് പരിശുദ്ധമായ റമദാനിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ മാത്രമാണ്. ബഹുമാനം എന്നത് പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ ഇരിക്കലല്ല, മറിച്ച് മാനസികമായി ആ അതിഥിയെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. മനസ്സിലുള്ള എല്ലാ കറകളും കളഞ്ഞ്, എല്ലാ വിദ്വേഷങ്ങളും മറന്ന്, എല്ലാ പിണക്കങ്ങളും പറഞ്ഞു തീർത്ത് അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് വന്ന ഈ അതിഥിയെ മാന്യമായി ഞാൻ സൽക്കരിക്കണം എന്ന ഉറച്ച നിയ്യത്തോടുകൂടി ആ റമദാനിനു വേണ്ടി നാം തയ്യാറാകണം. കാരണം ഈ റമദാൻ നമുക്ക് വേണ്ടി വാദിക്കാനുള്ളതാണ്, നമുക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളതാണ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന ബരീഉം മിമ്മൻ ഖസമഹു ശഹ്റു റമളാൻ. ആരാണോ റമളാനിനെ എതിര് നിൽക്കുന്നവൻ, ആരാണോ റമളാനിനെ എതിര് പ്രവർത്തിക്കുന്നവൻ, അവനെ തൊട്ട് ഞാൻ ബരീആണ്, ഞാൻ ഒഴിവായവനാണ്. അവന് വേണ്ടി ഞാൻ പറയുകയില്ല, അവന് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തില്ലാതെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? നമ്മുടെ കാര്യം അല്ലാഹുവിനോട് ഹബീബ് പറയണമെങ്കിൽ ആ അതിഥിയെ വേണ്ട വിധത്തിൽ അനുഗ്രഹിക്കുന്നവരും അതുപോലെ ബഹുമാനിക്കുന്നവരുമായി നമ്മൾ മാറണം. ആ റമദാനിനെ വേണ്ട വിധത്തിൽ നാം വരവേൽക്കണം. മാനസികമായ തയ്യാറെടുപ്പുകൾ വേണം, ഭാഗ്യമായ തയ്യാറെടുപ്പുകൾ വേണം. എല്ലാ നിലയിലും അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് വന്ന ഈ അതിഥിയെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ച് ആദരിച്ച് അല്ലാഹുവിന്റെ അടുക്കലിൽ പോയി ഈ അതിഥി സംസാരിക്കുമ്പോ എനിക്ക് എതിരിൽ നിന്നവനാണ് എന്ന് റമദാൻ നമ്മെ പറ്റി പറയാതിരിക്കണം. റമദാൻ നമ്മെ പറ്റി എതിരു പറയുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതിനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. റമദാനിന്റെ മുന്നോടിയായി ഇനിയും ഒരാഴ്ച കൂടി റമദാൻ സമാഗതമാകാനുണ്ട്. ആ റമദാനിനെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് തെളിഞ്ഞ മനസ്സോടെ, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ഈ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് കഴിയണം. കാരണം റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും പ്രത്യേകമായ പള്ളികളിലും അതുപോലെ നമ്മൾ സ്വന്തവും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ജഅൽ ശഹ്റ റമദാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. ഈ വിശുദ്ധമായ റമദാൻ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അമലാക്കണമേ അല്ലാഹ്. ഒരിക്കലും നീ പ്രതികൂലമാക്കല്ലേ അല്ലാഹ് എന്ന് എല്ലാ റമദാനിലും നാം ദുആ ചെയ്യുന്നവരാണ്. ദുആ കൊണ്ട് മാത്രം നമ്മൾക്ക് ഫലമില്ല. വേണ്ട വിധത്തിൽ ആ റമദാനിനെ സൽക്കരിക്കാൻ, ആ അതിഥിയോട് മാന്യമായി പെരുമാറാൻ നാം തയ്യാറാകണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെടുന്ന ഈ ഓഫറിന്റെ കാലഘട്ടങ്ങളിൽ അല്ലാഹു നൽകുന്ന എല്ലാ ഗുണങ്ങളും കൈവരിക്കാൻ നാം തയ്യാറാകണമെന്നതാണ്. എത്ര തെറ്റുകൾ ചെയ്തവനാണോ നീ ഒരിക്കലും വിഷമിക്കേണ്ടവനല്ല, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് കാരുണ്യവാനാണ്. സ്വന്തം ഉമ്മ സ്വന്തം മകനോട് കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തെക്കാൾ വലുത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥയിലും തകർന്നു തരിപ്പണമായി ഒരു നല്ല അമലുകളും ചെയ്യാതെ പാപിയായി മാത്രം ജീവിച്ച ഒരു മനുഷ്യന്, ആ മനുഷ്യനെയും അല്ലാഹു വിളിക്കുന്നത് സ്നേഹത്തോടെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം നബിയെ, ജനങ്ങളോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം നബിയെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ പ്രജകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്യുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരാണ് നമ്മൾ, അല്ലാഹുവിനോട് അതിർലംഘനങ്ങൾ നടത്തിയവരാണ് നമ്മൾ. എന്നിട്ടും അല്ലാഹു നമ്മെ വിളിക്കുന്നത് യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ് വിളിക്കുന്നത്. അത് സ്നേഹത്തിന്റെ വിളിയാണ്, അത് നമ്മെ പരിഗണിക്കുന്നതിന്റെ വിളിയാണ്. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം,
സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുതേ. നിങ്ങൾ ഒരിക്കലും നിരാശരാകരുതേ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. അല്ലാഹുവിനോട് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു നമ്മെ പരിഗണിക്കും. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ സ്നേഹമാണ്. എന്റെ അടിമകളെ, പ്രജകളെ എന്ന് വിളിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. എന്നിലേക്ക് അടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാനിനെ വേണ്ട വിധത്തിൽ ആദരവോടെ ബഹുമാനത്തോടു കൂടി വരവേൽക്കുവാനും അല്ലാഹുവിന്റെ മുന്നിൽ എന്നെ ഇവൻ ബഹുമാനിച്ചവനാണ് എന്ന്, ആദരിച്ചവനാണ് എന്ന് റമളാൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന തരത്തിൽ ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.